ആൻറ്റിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിലേക്കുള്ള ആദ്യത്തെ വിരുന്നാണ് ഇന്ന്. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനും അമ്മയും ഒരുങ്ങി നിൽക്കുന്നത്. പിന്നെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വണ്ടി വന്നപ്പോൾ അതിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. ട്രാവലറിലാണ് പോകുന്നത്. ആൻറ്റിയുടെ മോൻ്റെ തന്നെയാണ് ട്രാവലർ. ഇതാ പുറകിൽ ഇരിക്കുന്ന ആളാണ് ആൻറ്റി, അമ്മയുടെ അനിയത്തി കേട്ടോ. ചെക്കൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒത്തിരി ദൂരമൊന്നുമില്ല, പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും. അങ്ങനെ ചെക്കൻ്റെ വീട്ടിലെത്തിയപ്പോൾ പലഹാരപ്പെട്ടി എല്ലാവരും കൂടെ എൻ്റെ കയ്യിലോട്ട് തന്നിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ എന്താ ഏട്ടത്തിയമ്മയല്ലേ, അതുകൊണ്ട് അങ്ങ് നടന്നോന്നായിരുന്നു മറുപടി. പിന്നെ ഒന്നും നോക്കിയില്ല, ഏട്ടത്തിയമ്മയുടെ കർമ്മം അങ്ങ് നിർവഹിക്കാമെന്ന് വിചാരിച്ചു. ആപ്പൻ്റെ കൂടെ തന്നെ അതും തൂക്കി അങ്ങ് നടന്നു. പിന്നെ അതൊക്കെ വീട്ടിനകത്ത് വെച്ചിട്ട് എല്ലാവരുമായിട്ട് വർത്തമാനം പറയാനായിരുന്നു. മെയിനായിട്ട് പരിചയപ്പെടുത്തലായിരുന്നു കേട്ടോ. പരിചയപ്പെടുത്തലിന് ശേഷം ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പലഹാരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ചായ കുടിക്കുകയാണ്. പിന്നെ കൂടുതൽ സമയം ഇരിക്കാൻ പറ്റില്ലല്ലോ, ബാക്കിയുള്ളവർക്കും കൂടെ കഴിക്കേണ്ടതല്ലേ. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. വീടൊക്കെ ഒന്ന് കണ്ട് പെണ്ണിൻ്റെ റൂമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എടുക്കലെന്നല്ല, പ്രഹസനം തന്നെയായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ ചായയൊക്കെ കുടിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ചെക്കൻ്റെയും പെണ്ണിൻ്റെ റൂം കാണാൻ വേണ്ടി പോവുകയാണേ. അത് പിന്നെ അങ്ങനെയാണല്ലോ, എവിടെ ചെന്നാലും ഫോട്ടോയും വീഡിയോയും മസ്റ്റ് അല്ലേ അല്ലേ. അപ്പോൾ ഇതാണ് ആൻറ്റിയുടെ മോള്. അവളുടെ കൂടെ കുറേ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ താഴെ വന്നിരുന്ന് എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞു. പിന്നെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ, ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വിശപ്പിൻ്റെ വെളി മാത്രമല്ല കേട്ടോ, ഫുഡ് കഴിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും. അങ്ങനെ ബിരിയാണിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങിയിട്ടുണ്ടായിരുന്നത്.